ഇത് നന്ദിനി തമ്പുരാട്ടി, തൃപ്പൂണിത്തറ കോവിലകത്തെ. സിനിമയിൽ ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടുണ്ടോ? ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. ടൂത്ത് ബ്രഷ് മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ അമ്മയുടെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അറിയാതെ ഉപയോഗിച്ചതാണോ അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. സിനിമയിൽ ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടുണ്ടോ? ഉണ്ട്. പ്ലക്കണം അത്രേ ഉള്ളൂ. പേര് പറയാൻ പറ്റുമോ? ആരാണ്? അയ്യോ സോറി, എല്ലാ പേരും മൈൻഡിൽ ഇറക്കി ഇൻ കേസ് ഏതാ മറന്നിട്ടുണ്ടാ. എന്താണോ അത് അങ്ങോട്ട് എന്നോടുള്ള വിശ്വാസത്തിൽ പറഞ്ഞു. ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കാര്യം. അങ്ങോട്ട് പറയാൻ പറ്റില്ല. ആ ടീംസ് എന്നോടുള്ള വിശ്വാസത്തിൽ പറഞ്ഞതാണ്. നാണം കെട്ടവന്മാര്. ഇവന്മാർക്ക് പ്രായത്തെ കുറിച്ചെങ്കിലും ഒരു ബോധം വേണ്ടേ? വൃത്തികെട്ടവന്മാര്. അത് ഞാൻ ഒരിക്കലും, അവരൊരു കാര്യം ചോദിച്ചു മാന്യമായിട്ട് നോ എന്ന് പറഞ്ഞു. അത്രയും. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. അവരൊരു കാര്യം ചോദിച്ചു മാന്യമായിട്ട് നോ എന്ന് പറഞ്ഞു. അത്രയും. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല, അവസ്ഥ. പാവം കുട്ടി. പാവൊക്കെ തന്നെയാ. When was your first kiss? 70. Yeah. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ. 70. Yeah. ആരെയാണെന്ന് പറയാമോ? ലൈഫിലായി ആരെയാണെന്ന് പറയാമോ? ചളമായെന്നാ തോന്നുന്നു. ബോയ് ഫ്രണ്ട് അല്ലേ? അതെ. ആണോ? അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മകിടോ ഉദാഹരണങ്ങളാണ് അവർ. ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, ബോയ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് എങ്ങോട്ടാ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഡ്രസ്സിംഗ്. നല്ല കുട്ടി. ഒരു ശരീരഭാഗം പറഞ്ഞു. അടിച്ച് നിന്റെ 32 പല്ലും കാരണം കൊന്ന് കാലിൽ താഴ്ത്തും. ഒരു ശരീരഭാഗം പറഞ്ഞു. കണ്ണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? തൽപരകശിയല്ല.